മുറിഞ്ഞകല്ലിലാണ് ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ് മരണത്തിന് കീഴടങ്ങിയ. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, പത്തനംതിട്ടയിൽ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നു. 4 പേർ മരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. വിവരങ്ങൾ. ോടെയാണ് അപകടം ഉണ്ടാകുന്നത്. സംസ്ഥാന പാതയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവായ കോന്നി മുറിഞ്ഞകല്ലിലാണ് ഈ അപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ 4 പേർ, കാറിലുണ്ടായിരുന്ന 4 പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. 2 പേർക്ക് തൽക്ഷണം മരണം സംഭവിക്കുകയും തുടർന്ന് 2 പേരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണിക്കുകയുമായിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാരും ഓടിക്കൂടിയ നാട്ടുകാരും മറ്റും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ച് ഈ പരിക്കേറ്റവരെ പുറത്ത് എടുക്കുകയായിരുന്നു. പൂർണ്ണമായും കാർ തകർന്ന നിലയിലാണ്. വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. മലേഷ്യയിലുള്ള മകളെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് വേണ്ടി പോയ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയ കുടുംബം മല്ലശ്ശേരിയിൽ നിന്നുള്ള കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അടുത്തിടെ വിവാഹം കഴിഞ്ഞ നിധിൻ, മല്ലശ്ശേരി സ്വദേശികളായിട്ടുള്ള നിധിൻ, അനു, ഇവരുടെ 2 പേരുടെയും പിതാക്കന്മാർ മത്തായിപ്പൻ എന്നാണ് ഈ മരണത്തിൽ മരിച്ച ഒരാളുടെ പേര്. ഇങ്ങനെ 4 പേരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പുലർച്ചെ മലേഷ്യയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അനുവിനെ കൂട്ടുന്നതിന് വേണ്ടി പോയതായിരുന്നു ഈ കുടുംബം. അതിനുശേഷം തിരികെ വരുന്ന സമയത്തായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അനു, ഭർത്താവ് നിധിൻ, ഇവരുടെ പിതാവ് മത്തായിപ്പൻ, അനുവിന്റെയും നിധിന്റെയും പിതാവായിട്ടുള്ള മറ്റൊരാൾ, ഇവർ 2 പേരുടെ പിതാക്കന്മാരുമായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഈ 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത സ്ഥിരം അപകട മേഖലയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലും വലിയ രീതിയിലുള്ള അപകടമുണ്ടായി. ശബരിമല തീർത്ഥാടകരുടെ അടക്കം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് 8 പേർക്കോളം പരിക്കേറ്റ ഒരു സ്ഥിരം അപകട മേഖലയാണ്. അശാസ്ത്രീയമായ വളവുകളും മറ്റും നിരന്തരം അപകട ഭീഷണി ഉണ്ടാക്കുന്നുവെന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി പരാതികൾ ഉയരുകയും ചെയ്യുന്ന സ്ഥലമാണിത്. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി അപകടങ്ങൾ എല്ലാ ദിവസങ്ങളും, കഴിഞ്ഞ ദിവസവും ഇവിടെ അപകടം ഉണ്ടായിരുന്നു. പരിക്കുകളോടെയാണ് ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തത്. അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള വലിയ മരണം സംഭവിക്കുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും കഴിഞ്ഞ നാളുകളിലെല്ലാം, ഇന്നലെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലെല്ലാം ഈ ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവായിട്ടുള്ള അപകടക്കെണികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു റോഡ് തന്നെയാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അവിടെയാണ് വീണ്ടും അപകടം ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകരുടെ വാഹനവും കാറും കൂടെ കൂട്ടിയിടിച്ച ഉണ്ടായ അപകടത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലുണ്ടായിരുന്ന നിരവധി ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിലവിൽ വിവരം ലഭിക്കുന്നത്. ഈ പരിക്കുകൾ തീർത്ഥാടകരുടെ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് നിസാര പരിക്കുകൾ മാത്രമുള്ളൂ എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ആഘാതത്തിന്റെ ഇടിയുടെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ പുലർച്ചെ എഴുന്നേറ്റ് പരിശോധിക്കുന്നത്. ഈ വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നോ, കാറിൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് പോലും ഉറപ്പുവരുത്താൻ പറ്റാത്ത തരത്തിലായിരുന്നു ഈ കാറിന്റെ അവസ്ഥ. പൂർണ്ണമായിട്ടും ഇടിയുടെ ആഘാതത്തിൽ തകർന്ന് പോയ അവസ്ഥയായിരുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് ഈ 4 പേർ വാഹനത്തിനുള്ളിൽ ഉണ്ട് എന്ന് നാട്ടുകാർ തിരിച്ചറിയുന്നതും. വളരെ വേഗത്തിൽ തന്നെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലൂടെ നാട്ടുകാർ ഈ 4 പേരെയും പുറത്തെടുക്കുകയും 2 പേർ ആ സമയം തന്നെ മരിച്ചിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർന്ന് കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റ് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ 2 പേരെ കൊണ്ടുപോയി. അതിനിടയിൽ ഇവരുടെയും മരണം സംഭവിക്കുകയായിരുന്നു. വലിയ ക്ഷതങ്ങളാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ വലിയ പരിക്കുകൾ ഏറ്റ ഇവർക്ക് തൽക്ഷണം മരണം സംഭവിക്കുകയായിരുന്നു. മരണം ഉറപ്പാകും എന്ന രീതിയിലേക്ക് തന്നെയായിരുന്നു ഇവർക്ക് ശാരീരികമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിരുന്നതെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. നിരവധി അപകടങ്ങൾ, വാഹനാപകടങ്ങൾ തുടർ പരമ്പരയായി മാറിയ ഒരു റോഡ്, അശാസ്ത്രീയമായിട്ടുള്ള കൊടും വളവുകളും മറ്റുമുള്ള റോഡാണിത്. വളരെ വലിയ രീതിയിൽ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ വളവുകളിലും മറ്റും അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന വളവുകളിലും മറ്റും തെന്നിമാറി നിയന്ത്രണം തെറ്റി മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവായിട്ടുള്ള ഒരു റോഡാണിത്. ഇന്നലെയും അപകടം ഇവിടെ ഉണ്ടായി. 4 പേർക്കോളം പരിക്കേറ്റു. 2 ആഴ്ച മുമ്പ് അയ്യപ്പന്മാരുടെ, ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങൾ, ആന്ധ്രയിൽ നിന്നുള്ള സംഘങ്ങളും സഞ്ചരിച്ച വാഹനം കൂട്ടിയിടിച്ച് 8 പേർക്കോളം പരിക്കേറ്റു. രോഗിയുമായി പോയ ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ച് ഒരാഴ്ച മുൻപ് അപകടം ഉണ്ടായ റോഡാണിത്. ഇങ്ങനെ നിരവധി അപകടങ്ങൾ പതിവായിട്ടുള്ള, നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതികളും മറ്റും അറിയിച്ചിട്ടുള്ള ഒരു റോഡാണിത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നു പോകുന്ന 45 കിലോമീറ്ററോളം ഭാഗം. ഈ ഭാഗത്ത് അശാസ്ത്രീയമായിട്ടുള്ള റോഡിന്റെ നിർമ്മാണത്തിന്റെ അപാകതകൾ, ഇതെല്ലാം കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. വളവുകൾ നിവർത്താതെയും മറ്റുമുള്ള റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള
അപകടങ്ങൾ തുടർ പരമ്പരയാകാൻ കാരണമെന്ന് നാട്ടുകാർ പരാതികളും അറിയിച്ചിട്ടുള്ള ഒരു റോഡാണിത്. ശബരിമല തീർത്ഥാടകരടക്കം വലിയ രീതിയിൽ സഞ്ചരിക്കുന്ന റോഡാണിത്. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതിന് പ്രധാന സഞ്ചാര മാർഗമായിട്ടുള്ള റോഡാണിത്. ശബരിമല തീർത്ഥാടകരും മറ്റ് വിമാനത്താവളത്തിലേക്കുമൊക്കെ യാത്ര പോകുന്ന ആളുകളുമെല്ലാം പ്രധാന സഞ്ചാര മാർഗമായിട്ട് ഉപയോഗിക്കുന്ന റോഡാണിത്. തിരുവനന്തപുരത്തേക്കും മറ്റും കൊല്ലത്തേക്കും ഒക്കെയുള്ള പ്രധാന റോഡ്. അതുകൊണ്ട് തന്നെ റോഡിൽ ജനത്തിരക്കും ഏറിയ സഞ്ചാര വഴിയാണിത്. മിക്കവാറും മുഴുവൻ സമയവും പകൽ സമയങ്ങളിലുമെല്ലാം വലിയ ആൾത്തിരക്കുള്ള സഞ്ചാരപാതയുമാണിത്. സ്കൂളുകളടക്കം നിരവധി സ്ഥാപനങ്ങളും ഈ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതും വലിയ ഗൗരവകരമായിട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെയാണ് ഈ അപകട പരമ്പരകൾ സംഭവിക്കുകയും അങ്ങനെയുണ്ടായ ഒരു അപകടത്തിൽ ഇപ്പോൾ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്.